ജനുവരി മാസം ആദ്യ നാളുകളിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു അമ്മയും മകളും മകള് ഡിഗ്രിക്ക് പഠിക്കുന്നു. അമ്മയും മകളും വന്ന് പ്രാർത്ഥനാ കാര്യങ്ങൾ അവരുടെ വീട്ടിലെ ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അമ്മ പറഞ്ഞൊരു ആഗ്രഹം, അച്ഛാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കുടുംബം ഒരുമിച്ച് ഇവിടെ വന്നൊരു ധ്യാനത്തിൽ പങ്കെടുക്കണം. ഉടനെ മകള് ചിരിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ ഇത് അമ്മയുടെ സ്വപ്നം മാത്രമാണ്, നടക്കാതെ പോകുന്ന സ്വപ്നം. കാരണം എൻ്റെ ഡാഡി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അദ്ദേഹം ഒരിക്കലും ഈ പോട്ടയിലോ ധ്യാനത്തിനോ വരത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ശരിയാ മോള് പറഞ്ഞത് ശരിയാ, അയാൾക്കിത് ഇഷ്ടമല്ല. പക്ഷെ അച്ഛൻ ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ദൈവസന്നിധിയിൽ ഞാൻ ഈ നിയോഗം വെച്ചുകൊണ്ട് നാളുകളായി പ്രാർത്ഥിക്കുന്നു. അച്ഛാ ഒരിക്കലും ഈ നിയോഗം നടക്കും അച്ഛാ. അപ്പൊ മോൾ അമ്മയെ നോക്കി കളിയാക്കി. പിന്നെ ഡാഡി ധ്യാനത്തിന് വന്നത് തന്നെ അമ്മയ്ക്ക് വട്ട. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു, ആ ഡാഡി ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഉടനെ അമ്മ മോളോട് പറഞ്ഞു, എടി നീ നോക്കിക്കോ, നിന്റെ അപ്പൻ ഇവിടെ ധ്യാനത്തിന് വരും. എന്നിട്ട് ഈ സ്ത്രീ, അതായത് ഈ ഭാര്യ, അമ്മ, ഭർത്താവ് ഇവിടെ ധ്യാനത്തിന് വരാൻ വേണ്ടി വ്യക്തിപരമായ ചില ത്യാഗങ്ങളും പ്രാർത്ഥനകളും ഏറ്റെടുത്തോണ്ടിരുന്നു. ഞാനിത് പറയുമ്പോൾ ജനുവരി മാസത്തെ നമ്മുടെ അവസാനത്തെ താമസിച്ചുള്ള ധ്യാനത്തിന് ഒരു കുടുംബം ധ്യാനത്തിന് വന്ന് അവസാനം ഈ കുടുംബത്തെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്ത് കുടുംബനാഥ എൻ്റെ മുമ്പിൽ വന്നൊരു കാര്യം പറഞ്ഞു, അച്ഛാ വർഷങ്ങളായുള്ള എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ ധ്യാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഭർത്താവിനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അച്ഛാ എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ഒരു ധ്യാനത്തിന് ഈ മനുഷ്യൻ ഇവിടെ വരുമെന്നുള്ളത്. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് പെട്ടെന്ന് വളരെ അത്ഭുതകരമായിട്ട് ഭർത്താവ് എങ്ങനെ ഈ ധ്യാനത്തിന് വരാൻ തീരുമാനിച്ചു? അച്ഛാ അതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. കഴിഞ്ഞ ദിവസം ഞാനും മകളും കൂടെ പറഞ്ഞു, ഞങ്ങൾ പോട്ടയിൽ ധ്യാനിക്കാൻ പോവാണ്. അപ്പനോട് ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, എങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി ഒരു മര്യാദയ്ക്ക് ചോദിച്ചു, അപ്പൻ വരുന്നുണ്ടോ? മോള് പോയി ചോദിച്ചു, ഡാഡി വരുന്നുണ്ടോ? പുള്ളി പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഈ സ്ത്രീ പറയുകയാണ്, അച്ഛാ ഞാൻ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. കാരണം നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വിഷയത്തിനുള്ളൊരു ഉത്തരമാണ്. ഇനി ഒന്നും വേണ്ടച്ചാ, എൻ്റെ ഒരു നിയോഗം അതായിരുന്നു.